ഒരു ഒറ്റ വർഷത്തിന് 55 പടം സൈൻ ചെയ്തു. ആ 55 പടത്തിൽ 39 പടം റിലീസായി. ബാക്കി മിക്കവാറും പടങ്ങൾ പലതും 5000, 9000, 10000 ഓടിയെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതിനി വരാനേ പോകുന്നില്ല. ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ, അതായത് ചങ്ങനാശ്ശേരി SP കോളേജ് ഞാൻ പഠിച്ചിരുന്നത്, അന്ന് തിരുവനന്തപുരത്ത് ഒരു ആക്ടിങ് കോമ്പറ്റീഷൻ നടന്നു, ഡ്രമാറ്റിക് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ. ഞാൻ പേര് കൊടുത്തപ്പോൾ പോകാതിരിക്കാൻ നിവർത്തില്ല. എന്നിട്ട് ഞാൻ ഒഴിയാൻ നോക്കിയത് വേണ്ട, അതൊക്കെ വലിയ അമച്വർ ആർട്ടിസ്റ്റൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ പോയി നാണം കിടണ്ടെന്നൊക്കെ പറഞ്ഞൊരു സമ്മതിക്കില്ല. അവർ രണ്ടും കൂടെ പിടിച്ചെടുത്തുണ്ടായാൽ രണ്ടുപേര് അവരുടെ പേര് അറിഞ്ഞിരിക്കേണ്ട. ഒന്ന് മിസ്റ്റർ ആനൂർ കേശവൻ നായർ, പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം. പിന്നെ ഒരാൾ എൻ്റെ വേറെ സ്നേഹിതൻ ഉണ്മിച്ച് വേലപ്പൻ നായർ, അനിയൻ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടും കൂടെ നമ്മളെ നിർബന്ധിച്ചാണ് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയത്. ഇതൊന്നും അവിടുത്തെ ഈ ആക്ടിങ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 9 മിനിറ്റ് തരും. ഈ 9 മിനിറ്റിൽ 3 രസം അഭിനയിച്ച് കാണിക്കണം: ശോകം, രൗദ്രം, ഹാസ്യം. ശോകം ഒരു 3 മിനിറ്റ് അഭിനയിച്ചത് ഹരിശ്ചന്ദ്ര മഹാരാജാവ് നാടും വീടും കൊട്ടാരവും ഉപേക്ഷിച്ച് പോകുന്നത്. ഇയാൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു കാമുകിയെ കാണാൻ പെട്ടെന്ന് ചെല്ലപ്പോൾ അവൾ വേറൊരുത്തനായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ അവിടെ കുറേ ഷൗട്ട് ചെയ്ത് കുറേ ഡയലോഗ്സ് പറയും. അത് ഇഷ്ടം പോലായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തോന്നി തട്ടി വിട്ടുവെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഹാസ്യം. ഈ SP പിള്ള മുതുകുളം അവരുടെ കാലഘട്ടമായിരുന്നു. അവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ഇത് കാണിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. അത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ പിറ്റേന്ന് പേപ്പറിൽ പേരൊക്കെ വന്നു. ഓരോരുത്തരായി ക്ഷണിക്കാൻ തുടങ്ങി. അന്ന് തന്നെ CA പരമേശ്വരൻ പിള്ള അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഹാവ് യു ടേസ്റ്റ് ഫോർ ഫിലിംസ്, ദെൻ ഐ വിൽ ഗിവ് എ ലെറ്റർ, യു ക്യാൻ സി എ ജെന്റിൽമാൻ. അങ്ങനെ CA തന്ന ഈ എഴുത്തുമായിട്ട് ഞാനൊരു പ്രൊഡ്യൂസർ പോയി കണ്ടു. മിസ്റ്റർ KM മേനോൻ. ആ കാലഘട്ടത്തിൽ വലിയ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹം ത്യാഗസിംഗ് എന്ന പടം എടുത്തുകൊണ്ട് ഇരിക്കുന്ന അവസരം. അത് പടം, അതിൻ്റെ കഥ എഴുതിയിരിക്കുക K. ബാലകൃഷ്ണനാണ്. K. ബാലകൃഷ്ണൻ എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. അപ്പോൾ അതിൽ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ സത്യനും ഞാനും കൂടെ അഭിനയിക്കുന്നൊരു പടമാണ്. ആദ്യമാണ് മിസ്റ്റർ സത്യൻ ഞാനും കൂടെ ഒരുമിച്ച് പരിചയപ്പെടുന്നതും ഒരുമിച്ച് അഭിനയിക്കുന്ന പടം. പക്ഷെ ഞങ്ങൾ റിഹേഴ്സലൊക്കെ നടത്തി വെച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു 2000-3000 അടി എടുത്തു മിസ്റ്റർ സത്യൻ്റെ. എൻ്റെ എടുക്കാൻ സാധിച്ചില്ല ഈ ത്യാഗസ്യം എന്ന പടത്തിൽ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് സേലത്തു നിന്നൊരു ടെലഗ്രാം കിട്ടി. ഞാൻ നേരെ അവിടെ ചെന്നു. സേലത്താണ് ആദ്യമായിട്ട് ഹരിശ്രീ കുളിക്കുന്നത്. തമിഴ്നാട്ടിലാണ്, സേലം രത്ന സ്റ്റുഡിയോ. അവിടെ ചെന്നു. ഡയറക്ടറെ പരിചയപ്പെടുത്തി. മിസ്റ്റർ ചാരി എന്ന് പറയുന്ന ഒരാൾ. പടം അഭിനയിച്ചു. കുറച്ച് ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചുള്ളൂ. ഒരു ഹോം സിക്നസ് വന്ന് ഞാൻ തിരിച്ചു വന്നു. ആ പടം ശരിയായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന്